ഇവിടെ ഇതൊന്നും പറ്റത്തില്ല. നീ കെട്ടിച്ച് വിട്ട് വീട്ടിൽ നിന്ന് എന്ത് ആരോടും പറയാണ്ട് ഇറങ്ങിപ്പോന്നെ. എന്നിട്ട് സഹിച്ച് നിൽക്കണ്ടേ? വേഗം പോവാൻ നോക്കിയോ. അവിടെ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല. വേഗം ചെല്ലി പോവാൻ നോക്കിയോ. എന്തായാലും ചേച്ചി കാണിച്ചത് വളരെ മോശമായി. നിങ്ങൾ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കി സംസാരിക്കേ. എനിക്ക് അവിടെ തീരെ നിൽക്കാൻ പറ്റണ്ട. എന്തെങ്കിലും ഒരു ഗതി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പിടിച്ചു നിന്നേനായിരുന്നു. അത്രയ്ക്ക് പറ്റാത്ത അവസ്ഥയായപ്പോഴാണ് ഞാൻ ഇറങ്ങി വന്നേ. എന്നെ എന്താ ആരും മനസ്സിലാക്കാത്തെ? എന്താ അവസ്ഥയെന്ന് നിന്റെ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ ഇണക്കവും പിണക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിച്ച് അവനാന്റെ വീട്ടിൽ നിൽക്കണം. അല്ലാണ്ട് ഒരു കാര്യം ഉണ്ടാവുമ്പോ അപ്പൊ തന്നെ ബാഗും തൂക്കി ഇറങ്ങി വരല്ല ചെയ്യേണ്ടത്. എന്തായാലും അകത്തോട്ട് കയറി, ഈ നാട്ടുകാരെ കൂടി അറിയിക്കണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പെട്ടിയും പ്രമാണം എടുത്ത് ഇറങ്ങി പോരല്ല നല്ലത്. ഒന്ന് പറയുമ്പോഴേക്കും കയറി പോവാണ് അകത്തേക്ക്. ഇതിൽ കൂടുതലൊക്കെ എന്താ പറ്റാനാ? എല്ലാരും കൂടെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദി. നീ കാര്യം പറ, എന്താ ഉണ്ടായെന്ന് പറ. അമ്മയുടെ പുന്നാരമോള് കാരണേ എന്റെ കല്യാണം മുടങ്ങി. തൃപ്തിയായല്ലോ അമ്മയ്ക്ക്. നീ എന്താ പറയണേ? ഞാൻ എന്ത് ചെയ്തിട്ട് എന്റെ കല്യാണം മുടക്കേ? ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല. നീ എന്തൊക്കെയാ പറയണേ? കാര്യം എന്താ വെച്ചാ പറയണേ. അവളുടെ വീട്ടുകാരിവിടെ ഒന്ന് അന്വേഷിച്ചപ്പോഴേ എന്നെ ചേച്ചി ബന്ധം വേർപിരിഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട്, അവർക്ക് ബന്ധം വേണ്ടെന്ന്. അറിഞ്ഞൂടായിരുന്നോ സത്യാവസ്ഥ? നിനക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നില്ലേ? ഒരാളാണെങ്കിൽ പോട്ടെന്ന് വയ്ക്കാം. ഇതിപ്പോ ഭർത്താവിന് വീഴ്ച വീട്ടിൽ വന്ന് നിൽക്കുന്നോളന്നല്ലേ എല്ലാരും പറയുന്നത്. എന്റെ കാര്യം എല്ലാം അറിയാലോ. നീ തന്നെ ഇത് പറയണം. നിനക്ക് പറഞ്ഞൂടായിരുന്നോ? ആ പറയും. നിനക്ക് നിന്റെ കാര്യം മാത്രം സേഫാക്കിയാൽ മതിയല്ലോ. മറ്റുള്ളവർക്ക് എന്ത് പറ്റിയാലും എന്താ? എങ്ങോട്ടെങ്കിലും പോയെന്ന് ഒഴിവായി തരാമോ പ്ലീസ്? അതിന് അവര് വന്നത് നിന്റെ കാര്യം അറിയാനല്ലോ, അല്ലാണ്ട് അവളുടെ കാര്യം അറിയാനല്ലോ. അവളെ പറ്റി അറിഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് എന്താ? നിന്നെ പറ്റി മാത്രം അന്വേഷിച്ചാ പോരായിരിക്കും. അവരുടെ സ്ഥാനത്ത് അമ്മയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കും. എന്നിട്ട് പോ വക്കാലത്തും കൊണ്ടുവന്നിരിക്കുന്നു. മോളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ പോസിറ്റീവായിട്ട് എടുക്കോ? എത്ര കാലം എന്ന് വെച്ചാൽ നീ ഇവിടെ നിൽക്കാൻ പോണേ? അവനൊരു ബാധ്യതയായി മാറും നീ കുറച്ച് കഴിയുമ്പോ. അമ്മ എത്ര കാലം ഉണ്ടാവും? മോളൊരു കാര്യം ചെയ്യുക, അവനോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് പോവാൻ നോക്കും. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അങ്ങോട്ട് പോണ കാര്യം മാത്രം എന്നോട് പറയരുത്. ഞാൻ പോവില്ല. അത് ശരിയാവില്ല അമ്മ. എല്ലാ വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോ എല്ലാം ശരിയാവും. നീ അമ്മ വിളിച്ച് സംസാരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ ചെയ്യും. മോള് ഇവിടെ നിൽക്കുമ്പോ നിന്റെ ആങ്ങളുടെ ഭാവിയല്ല പോണത്. മോൾ അതെങ്കിലും ആലോചിക്കാനേ വേണ്ട. നിന്റെ മോളെ പറ്റിയെങ്കിലും ആലോചിക്കണ്ടേ? എത്ര നാളിങ്ങനെ നിൽക്കും? അവളുടെ ഭാവിനെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? മോളൊന്ന് വിളിച്ച് സംസാരിച്ച് അങ്ങോട്ട് തിരിച്ചു പോകേണ്ട കാര്യങ്ങൾ നോക്ക്. എല്ലാം അറിഞ്ഞിട്ടും അമ്മ ഇതന്നെയാണോ പറയണേ? അമ്മയ്ക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റണില്ലേ? മോളൊന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. ആലോചിച്ച് നോക്കിയിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാം, അമ്മായിമ്മയുടെ ഉപദ്രവവും അമ്മായിപ്പന്റെ ഉപദ്രവം എല്ലാം കൂടി എനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവില്ല. ഇനി ഈ കാര്യം എന്നോട് പറയും വേണ്ട. നിനക്ക് ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാ മതി. ഇറങ്ങി പോയിക്കോണോ? വേണ്ട പപ്പ, അമ്മയൊന്നും ചെയ്യല്ലേ. കൈവിട്, അമ്മയൊന്നും ചെയ്യല്ലേ. എന്നോട് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പോയിട്ട് ആ കാശ് വാങ്ങിച്ചു വരാൻ. തരമുള്ളതൊക്കെ അവര് തന്നതല്ലേ, ഇനി എന്തോ ചോദിക്കാന്? തർക്കുത്തരം പറയുന്നോടി. അവളപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം നാട്ടുകാർ പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. ഭർത്താവിനെ ഉപേക്ഷിച്ച് അവളിവിടെ വന്ന് നിൽക്കുക. സാമർത്ഥ്യക്കാരി. എന്തായാലും ഒന്ന് ചോദിച്ചിട്ട് വരാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിവിടെ ഉണ്ടറി. ഞാൻ കുറച്ച് ദിവസമായി വന്നിട്ട്. അപ്പം നാട്ടുകാരൊക്കെ പറയുന്നത് ശരിയല്ലേ? 10-25 വർഷമായിട്ട് നീ എന്നെ അറിയണതല്ലേ? നിനക്ക് നാട്ടുകാർ പറയുന്നതാണോ വിശ്വാസം? കളിക്കൂട്ടുകാരായിരുന്നില്ലേ? അപ്പൊ തൊട്ടുള്ള കൂട്ടല്ലേ നമ്മുടെ. നിനക്ക് എന്നിട്ട് തന്നെ മനസ്സിലായില്ലേ? പഴയ ആൾക്കാരൊന്നല്ലല്ലോ, നമ്മുടെ കൂടെ കളിച്ച് വളർന്ന ആൾക്കാരൊന്നല്ലല്ലോ. വലുതായി കല്യാണം കഴിച്ച് പോയി. ഇപ്പൊ സ്വഭാവമൊക്കെ മാറി. നാട്ടുകാർ പറയുന്നത് കേൾക്കുമ്പോഴല്ലേ കാര്യങ്ങളൊക്കെ അറിയണത്. ഡൈവേഴ്സായി വന്ന് നിൽക്കാല്ലേ?
എന്തോരം കഷ്ടപ്പെട്ട് കെട്ടിച്ചു വിട്ടതാടി. ഞാൻ ഡൈവോഴ്സ് ആവാൻ വേണ്ടി വന്ന് വീട്ടിൽ നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എന്തെന്നാ പറയാ, എന്തുണ്ടെങ്കിലും സഹിച്ചു നിൽക്കണം. ആ, നീ കേട്ടതൊക്കെ ശരി തന്നെയാ. എന്തേ ഡൈവേഴ്സ് ആയി അവനവൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ലേ? എനിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല, ഞാൻ പോന്നു. നിനക്ക് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും എന്നെ മനസ്സിലാവും, എൻ്റെ വീട്ടുകാർക്കും എന്നെ വേണ്ടപ്പെട്ടവർക്ക് എന്നെ മനസ്സിലാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തെറ്റുപറ്റിയത്. ഭർത്താവിൻ്റെ വീട്ടുകാർ നമ്മളെ ഇന്നലെ കണ്ട ആൾക്കാരാ. അവർക്ക് നമ്മളെ ചിലപ്പോൾ മനസ്സിലാവാണ്ട് പോവാം. എന്നാലും ചെറുപ്പം തൊട്ട് കളിച്ചു വളർന്ന കളിക്കൂട്ടുകാർക്കും സ്വന്തം വീട്ടുകാർക്കും കൂടപ്പറപ്പിനും അപ്പനും അമ്മയ്ക്കും നമ്മളെ മനസ്സിലാവാണ്ടിരിക്കും. അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. എന്നാ ശരി, ഞാനൊന്നും പറയാൻ നിൽക്കില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ശരി കേട്ടോ. ഓ, ഇത്രയൊക്കെ ആയിട്ട് അവളുടെ അഹങ്കാരം തീർന്നിട്ടില്ല. ഭർത്താവ് ഉപേക്ഷിച്ച് അവനവൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക, എന്നിട്ട് അവളുടെ സാമർത്ഥ്യം കണ്ടില്ലേ? ഇങ്ങനെ തന്നെ വേണം അവൾക്ക്. എന്തൊരു സാധന. അതേടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ? കാര്യം പറ. എനിക്കൊരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ നിനക്ക്? ജോലിക്ക് പോവേ? അപ്പൊ നീ ഇപ്പൊ പോവാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലല്ലേ? അമ്മേ, മോള് വലുതായി വരല്ലേ, എത്രയാന്ന് വെച്ചിട്ട് ഇവനെ ബുദ്ധിമുട്ടിക്കുക? സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ എൻ്റെ കാര്യം മോളുടെ കാര്യം എനിക്ക് തന്നെ ചെയ്തൂടെ? നീ ജോലിക്ക് പോയാൽ നിന്റെ കുട്ടിയുടെ കാര്യം ആര് നോക്കും? എനിക്കൊന്നും നോക്കാൻ വേണ്ട, എനിക്ക് ഈ വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെ നോക്കാൻ വയ്യ. പിന്നെ നിന്റെ കുട്ടിയും കൂടി നോക്കാൻ പറ്റുമോ? മര്യാദയ്ക്ക് അവനെ വിളിച്ച് സംസാരിച്ച് നിന്റെ വീട്ടിലേക്ക് പോവാൻ നോക്ക്, അല്ലാതെ ജോലിക്കും പോയി. എടാ പ്ലീസ്, എങ്ങനെയും ഒന്ന് ശരിയാക്കി താടാ. നിനക്ക് എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല, അമ്മയ്ക്കോ മനസ്സിലാവണില്ല. നീയും ഇങ്ങനെയാണോ? നീ എൻ്റെ കൂടപ്പറപ്പല്ലേ, നിനക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റണില്ലേ? കൂടെ പറിച്ച കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ ആർക്കും മനസ്സിലാവണില്ല. എന്താ ഇങ്ങനെ? പ്ലീസ് എങ്ങനെയും ശരിയാക്കി താ. ഞാൻ കാല് വേണമെങ്കിൽ പിടിക്കാൻ നിന്റെ, പ്ലീസ്. ശരി, ഞാൻ നോക്കട്ടെ. ഒന്നേ, നമുക്ക് പുതിയ ജോലിയൊക്കെ കിട്ടിയെന്ന് കേട്ടു. അപ്പം നമുക്ക് നീ വീട്ടിലേക്കുള്ള ഉദ്ദേശമൊന്നുമില്ലേ? അതോ നീ അവിടെ വേറെ ആരും കണ്ടെത്തിയിട്ടുണ്ടോ? അനാവശ്യം പറയരുത്. ഡേയ്, മര്യാദക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. അവളുടെ ഒരു ജോലി ഇല്ലാന്നുണ്ടെങ്കിലേ അവിടെ വന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കും. നീ എന്താന്ന് ജോലിക്ക് പോയില്ലേ? എന്താ തിരിച്ചു വന്ന ജോലിക്ക് പോയിട്ട്? ആ കെട്ടിയോന്ന് പറയുന്ന ആളെന്നെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി. ജോലിക്ക് പോയി കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് വന്ന് ബഹളം ഉണ്ടാക്കുന്ന പറയണേ. ഇനി ജോലിക്ക് പോലും നടക്കില്ല, അതിനൊന്നും സമ്മതിക്കില്ല. എന്നെ മോളെ ഒരു നിലയ്ക്ക് ജീവിക്കാൻ അനുവദിക്കില്ല. നിനക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? മര്യാദയ്ക്ക് അവൻ്റെ കൂടെ നിൽക്കാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണത്? മതി, നിർത്ത്. എന്നെ കുറ്റപ്പെടുത്താൻ 100 പേരുണ്ട്. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരായിട്ട് എല്ലാവരും ഉണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ ആളില്ലാത്തത്. അത് കാരണം ഇനി കുറ്റപ്പെടുത്തൽ വേണ്ട. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? നിനക്കെന്താ പ്രാന്തായോ? എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ജോലിക്ക് പോകണം. എനിക്ക് എൻ്റെ കുഞ്ഞിനും ജീവിക്കാൻ വേണ്ടി, ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ജീവിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. അയാൾ നല്ലൊരു അച്ഛനായിരുന്നെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു, എനിക്കും ഈ അവസ്ഥ വരില്ലായിരുന്നു. ഇപ്പം നിങ്ങളുടെ എല്ലാവരും നാട്ടുകാരും എല്ലാവരും പരിഹാസം കൊണ്ട് ഞാൻ നിൽക്കുന്നത് എൻ്റെ കുട്ടിക്ക് വേണ്ടിയാണ്. ഞങ്ങൾ പോയി ആത്മഹത്യ ചെയ്യണമായിരുന്നു. അത് ചെയ്യാണ്ട് ഞാൻ പിടിച്ചിരിക്കുന്നത് എൻ്റെ കുട്ടിക്ക് വേണ്ടി മാത്രമാണ്. എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കാണുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നണത്. അത് പിടിച്ചു നിൽക്കുന്നത് എൻ്റെ ഒരു മനക്കരുത്തുള്ളത് കൊണ്ട് മാത്രം. അമ്മ തന്നെ പറ, ഞാൻ എൻ്റെ കുട്ടീനെയും കൊണ്ടുപോയി ആത്മഹത്യ ചെയ്യണോ? എല്ലാ ഭാഗത്തു നിന്നുള്ള കുറ്റപ്പെടുത്തലും കേട്ട് ഞാൻ അങ്ങനെ ചെയ്യണമായിരുന്നോ? നിങ്ങൾ തന്നെ പറ. ചേച്ചിക്ക് അയാളോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ചേച്ചി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ട. അമ്മ പറയുന്നൊന്നും ചേച്ചി കാര്യമാക്കണ്ട. ഞാൻ ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന് വെച്ചിട്ട് വന്നതല്ല. എന്തെങ്കിലും ഒരു സമാധാനം ഒരു സന്തോഷം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നായിരുന്നു. അതിന് പറ്റാത്തൊരവസ്ഥ, തീരെ ഗതി കെട്ടതുകൊണ്ട് ഇറങ്ങി വന്നതാണ്. ഞാൻ ഒരുപാട് ആലോചിച്ചു.
ചേച്ചി പറഞ്ഞതാ ശരി. പിന്നെ എൻ്റെ കാര്യം ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട. പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്നെ മനസ്സിലാക്കി വരുന്ന ആരെങ്കിലും വരുന്നെങ്കിൽ മതി. തനിക്ക് എന്താ വേണ്ടേ? അങ്ങനെ നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് എൻ്റെ മോളെ തിരിച്ചു വേണം. മോളെ എനിക്ക് വേണ്ടിയിട്ടല്ല, മോളില്ലാതെ നിനക്ക് പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടി നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഏത് അറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും. അതിനു വേണ്ടി മാത്രമാടി മോളെ ഞാൻ ആവശ്യപ്പെട്ടെ. താൻ എന്താ വിചാരിച്ചേ? താ പറയുന്നത് മുഴുവൻ കേട്ട് ജീവിതകാലം മുഴുവൻ ഞാൻ കണ്ണീരൊഴുകി നിൽക്കുന്നോ? അതൊന്നുമില്ല, ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം എൻ്റെ വീട്ടുകാരൻ എൻ്റെ ഒപ്പം ഉണ്ട്, മനസ്സിലായ? അതില്ലാത്ത കാരണമാണ് എനിക്ക് ആരും ഇല്ല സപ്പോർട്ടിന്. അത് കാരണമാണ് ഞാൻ ഒന്നും മിണ്ടായിട്ട് നിന്നായിരുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ വീട്ടുകാരുണ്ട്. ഇനി ഒരു വേഷക്കെട്ടും എൻ്റെ അടുത്ത് നടക്കില്ല. താൻ എന്താ വെച്ചാൽ പോയി ചെയ്തോ. എനിക്ക് എൻ്റെ വീട്ടുകാരുണ്ട് സപ്പോർട്ടിന്, മനസ്സിലായ? താൻ പറയുന്നതെല്ലാം കേട്ട് വിഷമിച്ച് കരഞ്ഞു നിന്നായിരുന്ന ആ ആളൊക്കെ ഒരുപാട് മാറിപ്പോയി. ഇനി എൻ്റെ അടുത്ത് ഒരു വേഷം കെട്ടും നടക്കില്ല. മേലാക്ക എൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യരുത്, മനസ്സിലായില്ലേ?